ഓക്കെ, ഇപ്പോൾ റേഷൻ സംഘടനാ നേതാവ് ജോണി നെല്ലൂർ മാധ്യമങ്ങളോട് സംസാരിക്കണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇങ്ങനെ ഒരു മന്ത്രിയുണ്ടോ? ചർച്ചയ്ക്ക് വേണ്ടി ഇത് തീർക്കണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തിൽ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിളിച്ച ഒരു ചർച്ചയിൽ മുൻവിധിയോടുകൂടി പങ്കെടുക്കുന്ന ഒരു മന്ത്രി, അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പിന്നെ അങ്ങനെ പേടിപ്പിച്ച് ഞങ്ങളെ കീഴടക്കാമെന്ന് കരുതിയാൽ അത് നടക്കില്ല. ഞങ്ങൾ ആത്മാർത്ഥമായി പറയുന്നു, ഞങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കണം. സാമ്പത്തിക ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഞങ്ങളെ ഭക്ഷ്യ കമ്മീഷനെ കൊണ്ടൊക്കെ നോട്ടീസ് അയപ്പിച്ച് പേടിപ്പിച്ച് നിർത്താമെന്ന് കരുതിയാൽ ഈ ഭക്ഷ്യ കമ്മീഷൻ എവിടെയായിരുന്നു? 26 ദിവസം ലോറിക്കാർ സമരം ചെയ്തല്ലോ. പല കടകളിലും അരിയില്ലാതിരിക്കുന്നു. നിങ്ങൾ കണ്ടല്ലോ, പല സ്ഥലത്തും അരിയില്ല. ഒരു ഭക്ഷ്യ കമ്മീഷനും ഒരു നോട്ടീസ് കൊടുത്തല്ലോ, ഉറങ്ങുമായിരുന്നു. അപ്പം ഞങ്ങളെ നോട്ടീസ് കൊടുത്ത് പേടിപ്പിച്ച് ഇപ്പം തന്നെ ഇതന്നെ പുതിയ കാര്യമാണോ? സമരം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലേ? പിന്നെ മന്ത്രിയുടെ പ്രസ്താവനകളൊക്കെ ബാലിശമല്ലേ? അദ്ദേഹം പറയുന്നു ലൈസൻസ് ഞങ്ങളുടെയാണ്. അതെ, ലൈസൻസ് ഫീസ് ഞങ്ങൾ അടയ്ക്കുന്നുണ്ടല്ലോ. പിന്നെ ഈ പോസ് ഞങ്ങളുടെയാണ്. ആ ഈ പോസ് ഒന്ന് എടുത്തുകൊണ്ട് പോയാൽ മതി. അതിരിക്കുന്നത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ശല്യം. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ പോസാണ്. ആ സംവിധാനം ഇല്ല, തകരാറില്ല. പിന്നെ അരിയും സാധനങ്ങളും ഞങ്ങളുടെയാണ്. അതെ, ഞങ്ങൾ പണം കൊടുത്താണ് ഇറക്കുന്നത്. പണം ഇല്ലാതെ ഇറക്കുന്നത് സൗജന്യക്കാർക്കാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് സൗജന്യം കൊടുക്കുന്നതാണ്, അല്ല ഇവിടെ നിന്നല്ല സൗജന്യം. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു രീതി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. മന്ത്രി അല്പം ഒരു പക്വതയോടുകൂടി ഒരു മിതത്വമായി സംസാരിക്കണം. പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനം പറയുന്ന ഒരിക്കലും ഒരു അധികാരിക്ക് ഭൂഷണമല്ല. ഞങ്ങൾ എത്രയോ വിനയത്തോടെ, ഞങ്ങൾക്ക് ആരെയും വെല്ലുവിളിക്കേണ്ട, ഗവൺമെൻറ്റിനെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നില്ല. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുക, ജനങ്ങളോടൊപ്പമാണ് ഞങ്ങൾ. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ പരമാവധി വിട്ടുവീഴ്ച ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ഞങ്ങളുടെ ജീവിത പ്രശ്നമായതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ നാളെ ഇത് കിട്ടിയാടുമെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾക്ക് ഈ 7 വർഷമായി ആവശ്യപ്പെടുന്ന ഈ വേതന പാക്കേജ് വർധനവ് അംഗീകരിക്കാം. നിങ്ങൾക്ക് ഇന്ന ദിവസം മുതൽ, അത് 1 മാസമായിട്ട് 2 മാസമായിട്ട് ഒരു ഡേറ്റ് പറയട്ടെ, അംഗീകരിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആലോചിക്കും സമരം തുടരണോ വേണ്ടിയൊന്ന്. അല്ല, ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുള്ള സമരം ഞങ്ങൾക്ക് താല്പര്യമില്ല. അതാണല്ലോ ഞങ്ങളുടെ ആശങ്ക. ഞങ്ങളുടെ ആശങ്ക അതാണ്. സമരം തുടർന്നാൽ പാവപ്പെട്ട ജനങ്ങൾ, പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ ഈ 1-ാം തീയതി നോക്കിയിരിക്കുക ആളുകൾ അരി വാങ്ങാൻ. അതിൽ ഞങ്ങൾക്ക് മനോവിഷമമുണ്ട്. അതുകൊണ്ടാണ് ഒരു കാരണവശാലും സമരം നീട്ടിക്കൊണ്ടു അത് തീർക്കണം എന്നുള്ള ഉദ്ദേശം. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇന്നലെ രാത്രി മുതൽ മുൻകൈ എടുത്ത് ബഹുമാനായ മുഖ്യമന്ത്രിയെ നിരവധി ആളുകളെ കൊണ്ട് ബന്ധപ്പെടുത്തി. നിരവധി നേതാക്കന്മാരെ കൊണ്ട്, ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാർ, മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാൻ കഴിയുന്ന നേതാക്കന്മാർ. പേടിപ്പിച്ചാൽ പേടിക്കില്ല എന്ന് പറയുകയാണ് റേഷൻ വ്യാപാരികളുടെ സംഘടനാ നേതാവ് ശ്രീ ജോണി നെല്ലൂർ. ഇത്തരത്തിൽ കൃഷിമന്ത്രി ഉപാധികൾ വെച്ച് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ ഭക്ഷ്യമന്ത്രി ഉപാധികൾ വെച്ച്, മന്ത്രി GRN ഉപാധികൾ വെച്ച് സംസാരിക്കുന്നു. ഈ ചർച്ച വിജയിക്കുന്നില്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് മുതൽ തുറക്കുന്നില്ലെങ്കിൽ കടുത്ത നടപടി, ലൈസൻസ് സസ്പെൻഷൻ അടക്കമുള്ള കടുത്ത നടപടി നേരിടേണ്ടി വരും എന്ന ഉപാധി വെച്ച് ചർച്ചയിലേക്ക് ഇരിക്കുന്നത് എന്ത് പരിപാടിയാണ് എന്നാണ് റേഷൻ സംഘടനാ നേതാവ് ചോദിക്കുന്നത്. എന്തായാലും ആ സമരം കൂടുതൽ കർശനമാക്കുകയാണ്, അല്ലെങ്കിൽ കർക്കശമാവുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള കടുംപിടുത്തങ്ങൾ, അത്തരത്തിൽ പേടിപ്പിക്കലുകൾ ഒരു സമരപരിഹാരത്തിന് പരിഹാരമല്ല എന്ന് മന്ത്രിക്കും അറിയാത്ത ആളല്ല. നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് അത് പരിഹാരത്തിലേക്ക് പോവുക എന്ന കാര്യം.